بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തഖ്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അറബി ഭാഷയിൽ ഒരു പഴഞ്ചൊല്ല് ഉണ്ട്. ആ പഴഞ്ചൊല്ല് രൂപപ്പെട്ടതിന് ഒരു സാഹചര്യവുമുണ്ട്. അത് ഇങ്ങനെയാണ്. ആ പഴഞ്ചൊല്ല്: അറത്തു അമ്രൻ വ അറാദല്ലാഹു ഖാരിജ. ഞാൻ അമ്രിനെ ഉദ്ദേശിച്ചു, പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചത് ഖാരിജയെയാണ്. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്, അമ്രുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അലീബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഈ മൂന്ന് പേരെ ഒരേ സമയം വധിക്കാൻ വേണ്ടി ഖവാരിജുകൾ എന്ന് വിളിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു ഗ്രൂപ്പ് തീരുമാനിച്ചു. അതിൽപ്പെട്ട ഒരാൾ അമ്രുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി അദ്ദേഹം പ്രഭാത നമസ്കാരത്തിന് പോകുന്ന വഴിയിൽ കാത്തിരുന്നു. പക്ഷേ അന്ന് വധിക്കാൻ പ്ലാനിട്ട ദിവസം അമ്രുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേകമായ അസുഖം പിടിപെട്ടതിനാൽ അദ്ദേഹം അന്ന് പുറപ്പെട്ടില്ല. പകരം പള്ളിയിൽ ഇമാമ് നിൽക്കാൻ അദ്ദേഹം ഖാരിജ ഇബ്ൻ ഹുദൈഫ എന്ന് പറയുന്ന ഒരു സഹാബിയെ ചുമതലപ്പെടുത്തി. സ്വാഭാവികമായും ഖാരിജ പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ അയാളെയാണ് ഈ അമ്രുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ തീരുമാനിച്ച ആളുടെ പേര് അലീബ്നു ബിക്ർ അത്തമീമി എന്ന് ചരിത്ര പുസ്തകത്തിൽ കാണാം. അയാൾക്ക് വധിക്കാൻ സാധിച്ചത് ഈ ഖാരിജ ഇബ്ൻ ഹുദൈഫയെയാണ്. ആ സന്ദർഭത്തിൽ പിന്നീട് അന്ന് പ്രഭാതത്തിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ തെരുവ് വിളക്കുകളോ അല്ലെങ്കിൽ മറ്റ് ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു സംവിധാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ തെറ്റ് അയാൾക്ക് പറ്റി. അപ്പോൾ അയാൾ പറഞ്ഞ വാക്കാണ് അറത്തു അമ്രൻ, ഞാൻ അമ്രിനെ ഉദ്ദേശിച്ചു, അറാദല്ലാഹു ഖാരിജ, പക്ഷെ അള്ളാഹു എൻ്റെ മുന്നിൽ എത്തിച്ചത് ഖാരിജയാണ്. ഇത് ഭാഷാപരമായി ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് അറത്തു അമ്രൻ, ഐനിന് പകരം അലിഫ് അല്ലെങ്കിൽ ഹംസ ഇട്ട് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ഉദ്ദേശിച്ചു, വ അറാദല്ലാഹു ഖാരിജ, അള്ളാഹു അതിന് വിരുദ്ധമായത് ഉദ്ദേശിച്ചു, അതിന് പുറത്തുള്ളത്, അതിന് ബാഹ്യമായ സംഗതി അള്ളാഹു ഉദ്ദേശിച്ചു എന്ന ഒരു ആ വാക്കർത്ഥം കൂടി അതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊരു പഴഞ്ചൊല്ലായിട്ട് മാറിയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യേന സംഭവിക്കുന്ന സംഗതികളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മൾ പലതും പ്ലാൻ ചെയ്യും. നമ്മളുടേതായിട്ടുള്ള ധാരാളം പ്ലാനിങ്ങുകളും ആസൂത്രണങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ആസൂത്രണത്തിൻ്റെ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങളാണ് നടക്കുക. അവൻ തീരുമാനിച്ചതാണ് നടക്കുക എന്നതാണ് ഈ പഴഞ്ചൊല്ലുകൊണ്ട് ഇപ്പോൾ അറബി ഭാഷയിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. ഇത് മനുഷ്യ സഹജമാണ്, മനുഷ്യൻ്റെ ഒരു ദൗർബല്യം കൂടിയാണത്. ഒരു കാര്യവും നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ, നമ്മൾ പ്ലാൻ ചെയ്ത രൂപത്തിൽ, നമ്മൾ ആസൂത്രണം ചെയ്യുന്ന രൂപത്തിൽ അത് നടന്നുകൊള്ളണമെന്നില്ല. നമ്മൾ പലതും പ്ലാൻ ചെയ്യുന്നു, അതിന് വിരുദ്ധമായത് പലപ്പോഴും നടക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും താൻ പ്ലാൻ ചെയ്തത് നടപ്പാക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം അബൂ താലിബ്, അദ്ദേഹത്തിൻ്റെ പിതൃവ്യനായിട്ടുള്ള മൂത്താപ്പയായിട്ടുള്ള അബൂ താലിബിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു. മരണസന്ദർഭത്തിൽ പോലും അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുകയും പിതൃവ്യനോട് അതിനനുസരിച്ച് ആ കലിമ ഉച്ചരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ ഖുറൈശികളിലെ പ്രമുഖർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ നമ്മുടെ പിതാക്കന്മാരുടെ മതത്തെ ഉപേക്ഷിക്കുകയാണോ
എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിയുകയാണ്. അപ്പോൾ ഒരു സന്ദർഭത്തിൽ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഇന്നക ലാ തഹ്ദീ മൻ അഹബബ്ത വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ. താങ്കൾ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുക സാധ്യമല്ല, മറിച്ച് അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുന്നത്. നൂഹ് നബി അലൈഹി സ്വലാമയ്ക്ക് തൻ്റെ മകനെ ആ കപ്പലിൽ കയറ്റാൻ സാധിച്ചില്ല. കാരണം അള്ളാഹുവിനെ ധിക്കരിച്ച ആ മകൻ അയാളുടെ വഴിയിലൂടെ പോവുകയാണ് ചെയ്തത്. അതുപോലെ ലൂത്ത് നബി അലൈഹി സ്വലാമയ്ക്ക് തൻ്റെ ഭാര്യയെ ദീനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. ആസിയ ബീവിക്ക് തൻ്റെ ഭർത്താവിനെ ദീനിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചില്ല. അള്ളാഹു പ്രവാചകനോട് മറ്റൊരു സന്ദർഭത്തിലും അത് പറയുന്നുണ്ട്, ലൈസ അലൈക ഹുദാഹും വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ. താങ്കൾക്കല്ല ഈ ആളുകളുടെയൊക്കെ സന്മാർഗം ഇരിക്കുന്നത്, മറിച്ച് അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാമയെ വധിക്കാനാണ് സഹോദരങ്ങൾ പ്ലാനിട്ടത്. അങ്ങനെ അദ്ദേഹത്തെ കിണറ്റിൽ തള്ളിയിടുന്നു. പക്ഷേ ആ കിണറ്റിൽ തള്ളിയിടപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാം അവിടെ നിന്ന് ഒരു കച്ചവട സംഘം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നു, അടിമച്ചന്തയിൽ വിൽക്കുന്നു. അടിമയായി അദ്ദേഹം കാലങ്ങളോളം ജോലി ചെയ്യുന്നു. അവസാനം ജയിലിലെത്തിപ്പെടുന്നു. ജയിലിൽ നിന്ന് അദ്ദേഹം ഈജിപ്തിൻ്റെ രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ട് മാറുകയും അവിടുത്തെ ഭരണ സാരഥ്യം അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം അവസാനം സഹോദരങ്ങളോട് പറയുന്നത്, ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ ഇന്നഹു ഹുവൽ ഹക്കീമുൽ അലീം. എൻ്റെ റബ്ബ്, എൻ്റെ നാഥൻ, അവൻ ഉദ്ദേശിക്കുന്നത് വളരെ വിദഗ്ധമായി ശാന്തമായി കാലമെടുത്തുകൊണ്ട് സമയമെടുത്തുകൊണ്ട് ചെയ്യുന്നു. അവൻ എല്ലാ കാര്യങ്ങളുടെയും യുക്തിയും എല്ലാ കാര്യങ്ങളുടെയും അറിവുമുള്ളവനുമാണ് എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. കിണറ്റിൽ നിന്ന് കൊട്ടാരത്തിലെത്തിയ സന്ദർഭത്തിൽ ആ സംഭവത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ എന്നാണ്. അള്ളാഹുവാണ് കാര്യങ്ങളുടെ മേൽ ആധിപത്യമുള്ളവൻ, പക്ഷെ അധിക ജനങ്ങൾക്കും അറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഓരോ ദിവസവും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ആ സംഗതികൾ അതിനനുസരിച്ച് നടക്കാതെ പോകുന്നു. പലപ്പോഴും നമുക്കിഷ്ടമുള്ളത് പലതും നടക്കാതെ പോകുന്നു, നാം ഇഷ്ടപ്പെടാത്തത് സംഭവിക്കുന്നു. അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വ അസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു നിയമമാണ്. നിങ്ങൾ വെറുക്കുന്ന സംഗതി അത് ഒരു പക്ഷേ അതിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടേക്കാം. വ അസാ അൻ തുഹിബ്ബു ഷൈഅൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി അത് നിങ്ങൾക്ക് വെറുപ്പുള്ളതായി മാറിയേക്കാം. നാം ഇഷ്ടപ്പെടുന്നതല്ല പലപ്പോഴും നമുക്ക് നന്നാവുക, നാം വെറുക്കുന്നതല്ല നമുക്ക് ദോഷകരമായിട്ട് മാറുക. നാം വെറുക്കുന്നത് നമുക്കൊരു പക്ഷേ നല്ലതായി വന്നേക്കാം, നാം ഇഷ്ടപ്പെടുന്നത് നമുക്ക് ദോഷകരമായി സംഭവിച്ചേക്കാം. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അള്ളാഹുവിനറിയാം, നിങ്ങൾക്ക് അറിയില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഒരു തത്വമായി ഒരു പ്രിൻസിപ്പിളായി ഭൗതിക ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന സംഗതികളുടെ ഒരു പ്രിൻസിപ്പിളായി നമുക്ക് അറിയിച്ചു തരുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹുവ. എല്ലാ അദൃശ്യ കാര്യങ്ങളുടെയും താക്കോലുകൾ അത് അവൻ്റെ കയ്യിലാണ്, അവനല്ലാതെ മറ്റാരും അത് അറിയുന്നില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലുമുള്ള സകലതും അവനറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഈ ഭൂമിയിൽ ഒരില പോലും പൊഴിയുന്നില്ല അവനറിയാതെ. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഈ ഭൂമിയുടെ അന്ധകാരത്തിൽപ്പെട്ട ഒരു ധാന്യമോ
അല്ലെങ്കിൽ ഉണങ്ങിയതോ നനവുള്ളതോ ആയ യാതൊരു തരത്തിലുള്ള വസ്തുക്കളോ അള്ളാഹുവിൻ്റെ വ്യക്തമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നത് അള്ളാഹു വളരെ വ്യക്തമായി സൂറത്തുൽ അൻആമിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു പറയുന്നുണ്ട്, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹ. ജനങ്ങൾക്ക് ഒരു നന്മ, ഒരു കാരുണ്യം, അവരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അവൻ പ്രവേശിപ്പിക്കാൻ ആഗ്രഹിച്ചാൽ ഫലാ മുംസിക ലഹ, അതിനെ തടഞ്ഞു നിർത്താൻ ആരുമില്ല. വമാ യുംസിക്കു ഫലാ മുർസില ലഹു, അവൻ എന്തെങ്കിലും പിടിച്ചു വെക്കാൻ ഉദ്ദേശിച്ചാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനും അല്ലെങ്കിൽ അതിനെ അയച്ചുവിടാനും മറ്റാർക്കും സാധിക്കുകയില്ല. മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹക്കീം, അവനാണ് എല്ലാ പ്രതാപവും എല്ലാം, അവൻ അജയ്യനും അതുപോലെ തന്നെ ഹക്കീം, ഹിക്മത്തുള്ളവനും അവൻ തന്നെയാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഗതികളും, നമുക്ക് സംഭവിക്കുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ, അതൊക്കെ അള്ളാഹുവിൻ്റെ ഇറാദത്ത്, അവൻ്റെ കൽപ്പനയ്ക്കും അവൻ്റെ തീരുമാനത്തിനും അവൻ്റെ ആസൂത്രണത്തിനും അവൻ്റെ വിഷനും അനുസരിച്ചിട്ടാണ് നടക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, നമുക്ക് ആസൂത്രണം ചെയ്യാം, കാര്യങ്ങളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യണം. നമ്മുടേതായ അറിവും കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം ആസൂത്രണം ചെയ്യണം. പക്ഷേ അന്തിമമായി ഈ കാര്യങ്ങളുടെ എല്ലാം ഉടമസ്ഥത അള്ളാഹുവിലാണ്. ഭൗതിക ലോകത്ത് ഇപ്പോൾ നമ്മൾ സംഭവിക്കുന്ന പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ലോകത്ത് നടക്കുന്ന പലതിൻ്റെയും പിന്നിലുള്ള ഉദ്ദേശം, അള്ളാഹു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ പലപ്പോഴും അത് നമുക്ക് നന്മയായി ഭവിക്കുന്നു, ചിലപ്പോഴൊക്കെ അത് മോശമായും ഭവിക്കും. പക്ഷേ അതും അവൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. ഏത് നന്മയെയും ഏത് മോശത്തെയും നമ്മളെങ്ങനെ സ്വീകരിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ്. ആ അർത്ഥത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിനെയും നമുക്ക് ഈ ഒരു വീക്ഷണകോണിലൂടെ കാണാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ പ്ലാനിങ്, അവൻ്റെ ആസൂത്രണത്തിൽ നമ്മൾ വിശ്വാസമർപ്പിക്കണം. അതാണ് യഥാർത്ഥ തവക്കുൽ. നമുക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അതോടൊപ്പം അതിനപ്പുറത്ത് നാം ഉദ്ദേശിക്കുന്നതല്ല നന്മ, ഒരു പക്ഷേ നമുക്ക് വേണ്ടി അള്ളാഹു കാത്തുവച്ചിരിക്കുന്നതാണ് യഥാർത്ഥ നന്മ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ആ അർത്ഥത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിലും നന്മ നമുക്ക് നന്മയായി അത് ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.